കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മക്കൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക ചാപ്റ്റർ കോൾ ചെയ്യണം, കവർ ചെയ്യണം അല്ലേ. ഇപ്പം അതായത് ഒരു സെക്കൻഡ് ഓപ്ഷൻ ദൈവം അതർ ഓപ്ഷൻ ആകരുതെന്നുള്ള രീതിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേ നീതു എന്നും പറഞ്ഞൊരു മോള് നോൺ ബാപ്റ്റിസ്റ്റ് ആണ്. നോൺ ക്രിസ്ത്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താ കാര്യത്തിൽ ഒത്തിരിയേറെ നോൺ ബാപ്റ്റിസ്റ്റ് ആയിട്ടുള്ള മക്കൾ അവർ പള്ളിയിൽ വന്ന് ന്യാസാനുസരിച്ചിട്ടില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ നല്ല ചൈതന്യമുള്ള വിശ്വാസികളെപ്പോലെ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അവരൊക്കെ കർത്താവ് ഒരിക്കലും കൈവിടത്തില്ലെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഒരു നീതു എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞേ. അപ്പോൾ അവൾ പറയുമ്പോൾ അവൾ ഈ പത്രം കൊടുക്കുകയാണ്, പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രകാരം പത്രം ആൾക്കാരെ കൊടുക്കുക. അപ്പോൾ അവൾ കൂട്ടുകാരത്തി പറയുവേ, ഇടി നീ 10 കിലോമീറ്റർ നടക്കണം, നാണമുണ്ട് അതിനൊക്കെ, നീ പഠിക്കേണ്ടതല്ലേ ചെയ്യേണ്ടത്. അപ്പം നീതി പറയവേ, കർത്താവിൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യണത്. അപ്പം കർത്താവ് എൻ്റെ ജോലി ചെയ്യും. അതാണ് അവളുടെ ഒരു ബോധ്യം എന്ന് പറയണത്. അപ്പോഴത് ആ ബോധ്യം സത്യസന്ധമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ PSCക്ക് അവൾക്ക് 1ാം റാങ്ക് കിട്ടിയത്. അപ്പം അത് അവർക്ക് ബോധ്യമുണ്ട് ആ സംഭവം. ഇത് എന്താ കുഴപ്പമെന്നറിയാമോ, നമ്മൾക്ക് ഇങ്ങനെ ബോധ്യം ഇല്ലെങ്കിൽ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഈ ദൈവം എന്നുള്ള സംഭവം ഫെയ്ഡ് ഔട്ടായിട്ട് പോകും. അതാണ് എൻ്റെ കുഴപ്പം. എന്നിട്ട് നിങ്ങൾ നാളെ ജയിക്കുകവരും ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, ഞാൻ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് പ്രവർത്തനം ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കൃപാസനത്തിൽ വന്ന് ചില സാക്ഷിയൊക്കെ പറയത്തില്ലേ. ഇപ്പം ഞാൻ ചിരിക്കത്തൊന്നുമില്ല, ഞാൻ നോക്കത്തുമില്ല. അത് എന്നുവെച്ചാൽ എനിക്ക് അറിയാം കുറച്ച് കഴിയുമ്പോൾ ഇവർ വൃത്തിയും വിനയും ഇല്ലാത്തവരാണ്, ആധ്യാത്മികമായിട്ട് കൃത്യതയില്ലാത്ത ആൾക്കാരാണെങ്കിൽ, അതാ ഉദ്ദേശം ഞാൻ പറഞ്ഞത്, ആധ്യാത്മികമായി കറക്റ്റല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഇവരുടെ കള ഇവരിലും തന്നെ രൂപപ്പെട്ടു വരും. ബൈബിളിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്നു പ്രഭോ പ്രഭു, നമ്മൾ വിതച്ചത് നല്ല വിത്തല്ലേ, കള എങ്ങനെ രൂപപ്പെട്ടു.